പാർവതീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഇന്ത്യൻ ഫാസ്റ്റ് ഫുഡിൽ കുട്ടികളും അതുപോലെ തന്നെ യങ്സ്റ്റേഴ്സും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പാവ് ഭാജിയാണ്. ഇനി നമുക്കിത് കടയിൽ നിന്നും വാങ്ങേണ്ട ആവശ്യമില്ല. കടയിൽ നിന്നും വാങ്ങുന്ന അതേ ടേസ്റ്റിൽ എന്നാൽ സിമ്പിളായി നമുക്കിത് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഒരു കടായി വെച്ച് ചൂടാക്കാം. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ബട്ടർ കൂടെ ചേർക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ ബട്ടർ പെട്ടെന്ന് വറ്റിപ്പോവാതിരിക്കാനാണ് ആദ്യമേ തന്നെ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിയായി അരിഞ്ഞ ഇഞ്ചി ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളിയും അതും പൊടിയായി അരിഞ്ഞത് അതും ഒരു 1/4 ടീസ്പൂൺ. പിന്നെ ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു മീഡിയം സൈസ് സവോള പൊടിയായി അരിഞ്ഞത്, എല്ലാം ചെറുതായി അരിയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇത് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ബ്രൗൺ നിറമാവുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇത് നമുക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. വീട്ടിൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് നമുക്കത് തയ്യാറാക്കിയെടുക്കാം. ഇതിൽ നമ്മൾ വേറെ കെമിക്കലോ ഫുഡ് കളറോ ഒന്നും ചേർക്കുന്നില്ല. ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ജാതിപത്രി ചേർത്ത് കൊടുക്കാം. ഇത് ഗരം മസാലയുടെ കൂടെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്, ഓപ്ഷണലാണ്. ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം അതിൻ്റെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് പച്ചക്കറികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കും. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ബീൻസ്, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, അതുപോലെ തന്നെ ഫ്രോസൺ ഗ്രീൻ പീസാണ്. ബീൻസ് ഒരു 1/4 കപ്പ് പൊടിയായി അരിഞ്ഞത്, അതുപോലെ ക്യാരറ്റും ഒരു 1/4 കപ്പ് പൊടിയായി അരിഞ്ഞത് അത് ചേർക്കാം. ഏത് പച്ചക്കറിയാണോ കയ്യിലുള്ളത് അത് വേണമെങ്കിൽ ഇതുപോലെ 1/4 കപ്പ് പൊടിയായി അരിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ചേർക്കാം. ഉരുളക്കിഴങ്ങ് നമ്മൾ വേവിച്ചിട്ടാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ ഫ്രോസൺ ഗ്രീൻ പീസ് ഇല്ലെങ്കിൽ സാധാരണ ഗ്രീൻ പീസ് നന്നായി വേവിച്ച് അത് ചേർക്കാം. ഈ പച്ചക്കറികൾ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായി വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. പച്ചക്കറിയൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ഓരോന്ന് ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. മസാല ചേർക്കുമ്പോൾ തീ നന്നായി കുറച്ച് വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഞാനെടുത്തിരിക്കുന്നത് കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് കളറിന് വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ജീരകപ്പൊടി, ഇതും ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇതും കൂടെ ചേർത്ത് നമുക്കൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. പൊടികൾ കരിഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പൊടിയുടെ പച്ചമണങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടട്ടെ. നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. വേവിച്ച് നന്നായി ഉടച്ചെടുത്ത ഉരുളക്കിഴങ്ങ്, ഒരു 1/2 കപ്പ് ഉരുളക്കിഴങ്ങ് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനെടുത്തത് ഒരു വലിയ ഉരുളക്കിഴങ്ങാണ്. അത് നന്നായി വേവിച്ച് പൊടിച്ചെടുത്തു. അത് ചേർത്ത് കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്യാം. മസാലയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം അതെല്ലാ ഭാഗത്തും മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ ഉടയാത്ത ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ഉടച്ചെടുക്കാം. ഒരു കയ്യിൽ വെച്ചോ അല്ലെങ്കിൽ ഇത് വെച്ചിട്ടോ എങ്ങനെയെങ്കിലും ഉടച്ചെടുക്കാം നമുക്കത്. നന്നായിട്ടുണ്ട്. ഇതാ എല്ലാം ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ പ്യൂരി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് ടൊമാറ്റോ പ്യൂരി, 1/4 മുതൽ 1/2 കപ്പ് വരെ ടൊമാറ്റോ പ്യൂരി ഉണ്ടാക്കാൻ നമുക്ക് യാതൊരു പ്രയാസവും ഇല്ല. ഒരു 4 തക്കാളി എടുത്ത് ചെറുതായി അരിഞ്ഞ് വെള്ളം ചേർക്കാതെ മിക്സിയിൽ നന്നായി അരയ്ക്കുക. അത് എന്നിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കി അതിലൊരു 15 മുതൽ 20 മിനിറ്റ് വരെ ചൂടാക്കി എടുക്കണം. അതിലെ വെള്ളമൊക്കെ വറ്റി അത് കട്ടയായിട്ട് കുറുകി കിട്ടണം. അതാണ് ടൊമാറ്റോ പ്യൂരി. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അത് ചേർക്കുമ്പോൾ ഇതിന് നല്ല കളർ കിട്ടും. നമ്മളിതിൽ ഫുഡ് കളറൊന്നും വേറെ ചേർക്കണില്ല. അതും കൂടെ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതുവരെ നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടില്ല. നമുക്കൊരു 1 ടേബിൾ സ്പൂൺ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഉപ്പ് മുളകൊക്കെ അവരവരുടെ പാകത്തിന് അനുസരിച്ച് ഇടണം. ഇനി അവസാനം ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ. നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനു മുമ്പായിട്ട് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. കുരുമുളക് പൊടി ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതും കൂടെ ഒന്ന് മിക്സ് ആയിട്ട് നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം കുറച്ച് കൂടുതൽ ചേർക്കണം. ഇത് വെള്ളത്തിൽ കിടന്ന് നന്നായി കുറുകി വരണം. അപ്പം നമുക്കൊരു 1.5-2 കപ്പ്, ഏകദേശം ഒരു 2 കപ്പ് വെള്ളം നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് തിളയ്ക്കട്ടെ. വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ കുട്ടികൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാം. കുറച്ച് കുറുകി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഇനി ഫ്രോസൺ ഗ്രീൻ പീസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഫ്രോസൺ ആയതുകൊണ്ട് അതിനധികം വേവില്ല, അതുകൊണ്ട് നമുക്കത് കുറച്ച് കുറുകി വന്നിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം അതാ ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഇളക്കി കൊടുത്ത് നോക്കാം. കുറച്ച് വെള്ളം കൂടെ വറ്റാനുണ്ട്. അതിന് മുമ്പായിട്ട് നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഫ്രോസൺ ആവുമ്പോൾ അതിന് നല്ല കളറുണ്ട്, നല്ലൊരു ഭംഗി ഉണ്ടാവും. അതില്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഗ്രീൻ പീസ് കുക്കറിലിട്ട് നന്നായി വേവിച്ചിട്ട് അത് ചേർത്ത് കൊടുത്താലും മതി. നമുക്ക് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പം ഇതാ നമ്മുടെ കറി നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഫൈനലായിട്ട് നമുക്കിതിലേക്ക് ഒരു പിഞ്ച് കസൂരി മേത്തി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് മീതെ ഇട്ടിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇതും നല്ലൊരു ഫ്ലേവറാണ് കസൂരി മേത്തി ചേരുമ്പോൾ. നോർത്ത് ഇന്ത്യൻ ഡിഷിലെല്ലാം മിക്കവാറും കസൂരി മേത്തി ചേർക്കും. ഇപ്പോൾ ദാ നമ്മുടെ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാം. അതിനായി ഒരു പാൻ വെച്ച് ചൂടാക്കാം. എനിക്ക് കിട്ടിയിരിക്കുന്നത് ബർഗർ ബണ്ണാണ്. അത് 2ആക്കി മുറിച്ച് അതിൽ ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് 2 വശവും മൊരിച്ചെടുക്കാം. കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് തീ നന്നായി കുറച്ചിടണം. 2 ബണ്ണാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ 2 വശവും നമുക്ക് മൊരിച്ചെടുക്കാം. ഒരു വശമായിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ 2 വശവും നമുക്ക് മൊരിച്ചെടുക്കണം. നന്നായി മൊരിഞ്ഞ് കിട്ടിയാൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. വളരെ ടേസ്റ്റിയായ പാവ് ഭാജി മസാല തയ്യാറായി. അത് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവറാണ് വരുന്നത്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നോർത്ത് ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റിലും ഓരോ തരത്തിലാണ് പാവ് ഭാജി ഉണ്ടാക്കുന്നത്. നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് മുംബൈ സ്റ്റൈലിലാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. ഇനി മുതൽ കുട്ടികൾക്ക് ഹെൽത്തിയായ സ്ട്രീറ്റ് ഫുഡ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാം ഈസിയായി. അതേസമയം കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.